അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ ബാക്കി ബെറ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഹിയറിംഗ് എയ്ഡിന് വേണ്ടിയിട്ട് ഉള്ള ഓർഡറും കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഇതിനിടയ്ക്ക് വെച്ച് ഒരു ദിവസം കൂടെ നമുക്കൊരു 2.5-3 മാസം ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടി വന്ന് ഒരു ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോൾഡിനുള്ള അളവ് കൊടുക്കുന്നത്. ഹിയറിംഗ് എയ്ഡ് വരുന്നതിന് ഒരു മാസം മുന്നേ തന്നെ മോൾഡിൻ്റെ അളവൊക്കെ എടുത്ത്, മോൾഡിൻ്റെ അളവ് എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ചെവിയുടെ ആ ഒരു അച്ചാണ് അത്, ചെവിക്കകത്തേക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കാൻ വേണ്ടിയിട്ട് ശബ്ദം പുറത്തു പോകാതെ ആ വരുന്ന ശബ്ദങ്ങൾ കുഞ്ഞിന് ചെവിക്കകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മോൾഡിൻ്റെ അളവെല്ലാം കൊടുത്ത് ഹിയറിംഗ് എയ്ഡും മോൾഡും ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച് കുഞ്ഞിന് 5 മാസം തുടങ്ങുന്നന്നാണ് ഞങ്ങൾ തിരിച്ച് നിഷിൽ വരുന്നത്. 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസം കുഞ്ഞിന് ഹിയറിംഗ് എയ്ഡ് വെച്ച് കൊടുത്ത്, ആ ഹിയറിംഗ് എയ്ഡ് വെച്ച സമയത്തുള്ള വാവയുടെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവൾക്ക് സൗണ്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞ് ഭയങ്കരമായിട്ട് സൗണ്ടുകൾ കേൾക്കുന്നിടത്തേക്ക് നോക്കുക, സന്തോഷത്തോടെ നമ്മൾ വിളിക്കുമ്പോൾ നോക്കുക, ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് ആ ഹിയറിംഗ് എയ്ഡ് വെച്ചപ്പോൾ തന്നെ തോന്നി. അല്ല എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അന്നേരം തന്നെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇന്ന് ഒരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാരണം കുഞ്ഞ് അത്രയും ഇമ്പ്രൂവ്മെൻ്റായി. ഈ 5ാം മാസം നിങ്ങൾ കണ്ടല്ലോ, 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5ാം മാസം തുടങ്ങുന്ന ആ ടൈമിന് തന്നെ കുഞ്ഞിൻ്റെ ഹിയറിംഗ് എയ്ഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നുള്ളത് പറയാം. ഹിയറിംഗ് എയ്ഡ് വെച്ച ആദ്യത്തെ ദിവസമാണിത്. നമ്മൾ വന്ന് ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ച് അവൾ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഒന്ന് പറയാനുള്ളത്, കഴിയുന്നതും ഇത് തിരിച്ചറിയുന്ന നിമിഷം ഏതാണോ ആ നിമിഷം തന്നെ നിങ്ങൾ കുഞ്ഞിന് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. നമ്മൾ ഇന്നിപ്പം 5ാം മാസം തൊട്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കാം, 5ാം മാസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കുറച്ച് വൈകിപ്പോയി എന്ന് പറയാം. കാരണം ഹിയറിംഗ് എയ്ഡ് വരാനുള്ള, നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇത് പുറത്തുനിന്ന് വരാനുള്ള ടൈം എടുത്ത് ഒരു 1.5 മാസം കഴിഞ്ഞ് അതൊക്കെ നമുക്ക് ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. ആ 1.5 മാസം കൂടെ കഴിഞ്ഞ് ഹിയറിംഗ് എയ്ഡ് വെച്ച പിറ്റേ ആഴ്ച തൊട്ട് നമ്മൾ കുഞ്ഞിനെ നിഷിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി തെറാപ്പിക്ക്. AVT എന്നാണ് പറയുക. ഈ ഒരു പ്രായത്തിൽ കുഞ്ഞിന് ഒറ്റയ്ക്ക് തന്നെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക, എന്ന് വെച്ചാൽ തെറാപ്പി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന് ഓരോ ആഴ്ചയും, എല്ലാ ആഴ്ചയും ഒരു ദിവസമായിട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഞങ്ങൾ കൊണ്ടുവന്ന 5ാം മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വരാൻ പറ്റിയതാണ്, വലിയ ഉപകാരമായെന്നുള്ളതാണ് ഇന്ന് ഡോക്ടേഴ്സായാലും ടീച്ചേഴ്സായാലും നമ്മളോട് പറയുന്നത്. അത്രയും ഹാർഡ് വർക്ക് എടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നതുകൊണ്ട് ഇന്നിപ്പം മാഷാ അല്ലാഹ് കുഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അവൾക്ക് കേൾക്കാൻ തുടങ്ങി. അതാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് 6ാം മാസമാണ്. ആള് അപ്പോഴൊക്കെ ചെവിന്നെടുത്ത് കളയും. 1 മാസത്തോളം ഞങ്ങൾ അവിടെ കൂടെ തന്നെ നിന്ന്. കാരണം വെച്ച് കൊടുക്കുമ്പോൾ അവളതെടുത്ത് വലിച്ച് വായിലിടുക, എന്ത് സാധനം കിട്ടിയാലും വായിലിടുന്ന സമയമാണല്ലോ. അപ്പോൾ എടുത്ത് വെച്ച് കടിക്കുക, ഇതൊക്കെയാണ്. ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് തീരെ നനവ് തട്ടാൻ പാടില്ല. നനവ് തട്ടിപ്പോയാൽ അത് ചീത്തയായി പോവും, ആ ഒരവസ്ഥയാണ്. അപ്പോൾ കൈ കിട്ടുന്നതൊക്കെ പെറുക്കി വായിലിടുക എന്നുള്ളതാണ് അവളുടെ അവസ്ഥ. ഇന്നിപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ഇട്ടത്. കാരണം ഒരുപാട് പേരൻസ് ഇപ്പം കുഞ്ഞിൻ്റെ കേൾവിക്കുറവ് തിരിച്ചറിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്നതൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എവിടെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്, ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന്